ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ ഇടത് ഭരണം LDFന്റെ കാലത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സമീപനം, അവർക്കുള്ള കൃത്യമായ സമീപനം, അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നയമല്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു വിചാരമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പെൻഷൻ അടക്കം, സാമൂഹ്യ പെൻഷൻ അടക്കം വർധന നടത്തിയതിന്റെ ഒരു കണക്കാണ് പറയുന്നത്. UDF കാലത്ത് എത്ര കൂട്ടിയിട്ടുണ്ട്, LDF കാലത്ത് എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? ഈ 9 വർഷത്തെ വികസന നേട്ടങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക. മറ്റൊന്നും കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലവത്താകില്ല എന്നുള്ളതാണ് CPMന്റെ ആത്മവിശ്വാസം. അതിനൊരു അടിസ്ഥാനം കൂടിയുണ്ട്. എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് വിജയമുണ്ടാകാറുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ. എനിക്ക് വളരെ തമാശ തോന്നുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോൾ. കാരണം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാത്തൊരു വിഷയം, ആ വിഷയത്തെ ചൊല്ലി കേരളം ആകെ സ്തംഭിപ്പിച്ച് കേരളത്തിൽ മൊത്തം വലിയ ഒരു കൊള്ള നടന്നു എന്ന പേരിൽ ഇവിടെ LDF നടത്തിയ സമരങ്ങൾ, LDF നടത്തിയ ചർച്ചകൾ എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. ആരും ഇത് മറന്നിട്ടില്ല, ഇല്ലേ? സോളാർ സമരങ്ങൾ ഇപ്പൊ അവസാനം മല എലിയെ പെറ്റതുപോലെ ആയില്ലേ? ഒന്നുമില്ലാത്തൊരു കാര്യം, 1 രൂപ സർക്കാരിന് നഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ചൊല്ലി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞും കേരളത്തിലെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചും ഇവിടെ കേരളത്തിലെ ഭരണകൂടത്തെ സ്തംഭിപ്പിച്ചും മുന്നോട്ട് പോയവർ ഇന്ന് പറയുകയാണ്, ശബരിമല പോലെ ലോകം ആരാധനയോടെ നോക്കുന്ന, ലോകത്തെ സകല മനുഷ്യർക്കും, അതായത് മലയാളികളുള്ളിടത്ത് എല്ലായിടത്തും വളരെ ആരാധനയോടെ നോക്കുന്ന, എല്ലാവരും ഒന്നായി കരുതുന്ന, ആരൊക്കെ കടന്നു വരുന്നു അവരെയൊക്കെ ഈശ്വരനെന്ന് സ്വയം പറയുന്ന ഒരു ദേവസ്ഥാനത്തിൽ കൊള്ള നടന്നിട്ട് കേരളത്തിലെ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് അവിടെ ആ ചർച്ച കേരളത്തിൽ വിലപ്പോകത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരികയാണ്. സോളാർ സമരം വലിയ സംഭവമായിരുന്നു. പക്ഷേ ശബരിമലയിൽ കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ ഭക്തജനങ്ങളെ കൊള്ളയടിച്ച്, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ട് അത് ചർച്ചയാവില്ല എന്ന് പറയുന്നവർ എന്താണ് അർത്ഥമാക്കുന്നത്? അവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക. അപ്പൊ വികസനത്തിന്റെ കഥ പറയുന്നു. ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരം മെട്രോവുമായി കടന്നു വന്നിരിക്കോ? തിരുവനന്തപുരം മെട്രോ 9 വർഷക്കാലം എവിടെയായിരുന്നു തിരുവനന്തപുരം മെട്രോ? എല്ലാ ഇലക്ഷൻ എടുക്കുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യവും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് മെട്രോ നടപ്പിലാക്കും. ഇത് 9 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയതാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് നടക്കാതെ പോയി. അവസാനം എന്തായി? ഇത് 9 വർഷക്കാലം ഇന്നൊരു ഫ്ലൈ ഓവറിന്റെ ഉദ്ഘാടനം നടത്താൻ പോവുക, അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ മെട്രോ എന്ന് പറഞ്ഞുകൊണ്ടാ. UDF സർക്കാർ അങ്ങനെയായിരുന്നു. 2011 തറക്കല്ലിട്ടു, 15 അതിന്റെ എല്ലാ പ്രവർത്തനവും നടത്തി, 16 ട്രയൽ റൺ നടത്തി, ഇല്ലേ? UDF സർക്കാർ പോകുന്നതിന് തൊട്ട് മുമ്പ് കൊച്ചി മെട്രോ ട്രയൽ റൺ നടത്തിയതിനു ശേഷം, അതുകൊണ്ട് ഇന്ന് കൊച്ചിയിൽ മെട്രോ ഉണ്ട്. LDF ആയിരുന്നെങ്കിൽ അടുത്ത 50 വർഷം കഴിഞ്ഞാലും ഇതേപോലെ ഓരോ മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് വികസനത്തെ മുടക്കിയേനെ. പിന്നെ പെൻഷന്റെ കാര്യം പറയുന്നു. 2011 38 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത്, അതായത് 11 ലക്ഷത്തിൽ നിന്ന് 38 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അപ്പോൾ ഏത് മാനദണ്ഡത്തിലാണ് LDF ഇവിടെ മേനി പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വികസനം എടുത്തു നോക്കൂ. ഇപ്പൊ പറയുന്നൊരു കാര്യം എന്താ പറയുക, നമ്മുടെ സീപ്ലെയിൻ വരുന്നു എന്നുള്ളതാ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സീപ്ലെയിൻ പറന്നു പൊങ്ങിയതാ. അതിനെ തടസ്സമിട്ടത് മീൻ കുഞ്ഞുങ്ങൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വള്ളം എന്താ പറയാ കായലിൽ ഇട്ടുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തി ലാൻഡ് ചെയ്യാതെ അന്ന് മുടങ്ങിപ്പോയ പദ്ധതി എന്താണ് 9 വർഷക്കാലം ഈ സർക്കാർ നടപ്പിലാക്കായിരുന്നത്? ഇലക്ഷൻ എടുക്കുമ്പോൾ പാലക്കാട് ഇലക്ഷന്റെ തലേ ദിവസം സീപ്ലെയിൻ പറക്കുന്നു. ഇപ്പോഴെന്താ സീപ്ലെയിൻ വീണ്ടും കൊണ്ടുവരിക? എന്തോ 200 പോയിന്റുകളിൽ സീപ്ലെയിൻ എതിർക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ എതിർക്കുന്നു. പക്ഷെ അവർ എന്താ 9 വർഷം ഇവർ നടപ്പിലാക്കാൻ താമസം? എത്രയോ അവര് പുതിയ രീതിയിൽ, ഞാൻ ചോദിക്കട്ടെ, ബോട്ടുകൾ, അവിടെ ഹൗസ് ബോട്ടുകളില്ലേ, ആ ഹൗസ് ബോട്ട് അവിടെ ഉണ്ടാക്കുന്ന എന്താ പറയാ, അത് അവിടെ ഒരു പ്രദൂഷണം ഉണ്ടാക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പൊ ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണും. ഇങ്ങനെയുള്ള ടൂറിസം മേഖലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമല്ലേ സീപ്ലെയിൻ? കേരളത്തിൽ മാത്രം വരുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവരികയും പുതിയ പുതിയ ന്യായങ്ങൾ കൊണ്ടുവന്നതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് വികസനം വരുമ്പോൾ, മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനെ തടഞ്ഞിട്ട് ഇന്ന് 9 വർഷക്കാലം വികസനം നടത്താതെ, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാതെ, ഇലക്ഷൻ എടുത്തപ്പോൾ 2000 രൂപയാക്കി എന്ന് പറയുന്നു. ഈ ഇലക്ഷന് തൊട്ടു മുമ്പല്ലേ പറഞ്ഞത്? അല്ലാതെ 5 വർഷം മുമ്പോ 9 വർഷം മുമ്പോ കൊടുത്തിട്ടുണ്ടോ ഈ പെൻഷൻ 2000 രൂപ?
ഇന്ന് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ 2500 ആക്കും എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് രണ്ടുപേരും ഒരേ വഴിക്കാണ് പോകുന്നത്. BJPയും CPMഉം ഒരേ വഞ്ചിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളെ പറ്റിക്കുവാൻ, അവരുടെ കണ്ണിൽ പൊടിയിടുവാൻ ഇതേപോലത്തെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമം അത് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ കാണാതിരിക്കത്തില്ല. ശബരിമലയിലെ കൊള്ള, സ്വർണ്ണക്കൊള്ള, കോടികൾ ഇവിടുത്തെ ആൾക്കാർക്ക് നഷ്ടമുണ്ടാക്കിയ കൊള്ള ഒരു അവതാരവും ഉണ്ടാകത്തില്ല. ഒരു അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കാലത്ത് തന്നെ പല അവതാരങ്ങളുണ്ടായി. പല അവതാരങ്ങളിൽ ഒന്ന് അങ്ങ് ശബരിമലയിൽ പോയി ഇവിടുത്തെ മലയാളിയുടെ മനസ്സിലെ എല്ലാമായ അയ്യന്റെ സ്വർണം കട്ടിട്ട് ആ എന്താ പറയുക, ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ട് അതൊന്നും ചർച്ചയാവത്തില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കേരളം ഇത് ചർച്ച ചെയ്യും. ഈ ചർച്ച കേരളത്തിലെ ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്ന ഒരു ചർച്ചയാണ്. അത് അധികാര വികേന്ദ്രത്തിന്റെ പേരിലൊന്നും രക്ഷപ്പെടാതെ വിചാരിക്കേണ്ട. ഇവിടെ അധികാര വികേന്ദ്രം നടത്തിയിരിക്കുന്നത് രാജീവ് ഗാന്ധി തുടങ്ങി നരസിംഹറാവു തുടങ്ങിയുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരാണ്. ആ തുടക്കമാണ് ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധി നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റാണ് 50% വനിതകൾക്ക് ഇവിടെ സംവരണം കൊണ്ടുവന്നത്. അങ്ങനെ എത്ര പദ്ധതികൾ ഇവിടുത്തെ അധികാര വികേന്ദ്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിന്റെ പേരിൽ CPM മേനി നടിക്കാമെന്ന് വിചാരിക്കേണ്ട. ശരി, പക്ഷേ ശ്രീ ചാണ്ടി ഉമ്മൻ, നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ നേതാക്കൾക്കാണല്ലോ ചുമതല. അങ്ങനെ ചുമതല കൊടുത്തിരിക്കുന്നു. ആ നിലയ്ക്ക് ചിട്ടയായ പ്രവർത്തനം നടക്കുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ പലയിടത്തും നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിമതന്മാരാണ്. വിമതന്മാർ എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൽ അടക്കം വിമതരുള്ള ചില സ്ഥലങ്ങളുണ്ട്. 3-4 പേരൊക്കെയാണ് വിമതരായിട്ടുള്ളത്. ഇന്നിപ്പോൾ കെ മുരളീധരൻ പറയുന്നത് കേട്ടു, നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നാളെ പിൻവലിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന്. അങ്ങനെ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ എത്ര പേരാണ് നിൽക്കുന്നത്? എത്ര ഇടത്താണ് വിമത ശല്യമുള്ളത്? ഇതെന്താണ് പരിഹരിക്കാൻ പറ്റാത്തത്? അല്ല, അത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. പല അഭിപ്രായങ്ങൾ കാണും, പല ആഗ്രഹങ്ങൾ കാണും. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹിച്ച വിധം നടപ്പിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അവിടെ അവസരം എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പരിമിതമായിട്ടുള്ള അവസരങ്ങളാണ്. ആ പരിമിതിക്കുള്ളിൽ നിന്ന് പാർട്ടി ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പാർട്ടി ഒരു നിലപാട് ശ്രീ കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയോടൊപ്പം നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. ഇപ്പൊ പാർട്ടി നയമില്ലാത്തവർ പാർട്ടിക്ക് പുറത്താണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് വിമതര് എല്ലാ പ്രാവശ്യവും ഉണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. വളരെ കുറച്ച് വിമതർ, എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ കുറച്ച് വിമതർ മാത്രമേ ഈ പ്രാവശ്യം ഉള്ളൂ. ഇപ്പം മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ പാർട്ടി ഡിസിപ്ലിൻ വലിയ രീതിയിൽ പാലിക്കുവാൻ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ചില വിമതർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുന്നതല്ല. അവരോടൊപ്പം ജനമനസ്സ് കാണത്തില്ല എന്നുള്ളത് തന്നെ എൻ്റെ വിശ്വാസം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.